ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നൊബേൽ പ്രൈസ് 2023 കുറിച്ചാണ്. ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പ്രൈസ് ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പ്രൈസ് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണ്. തൊഴിൽ മേഖലയിലെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിനാണ് പുരസ്കാരം. അപ്പം നമുക്ക് കോഡായിട്ട് ഇങ്ങനെ ഓർക്കാം, തൊഴിലുള്ള സ്ത്രീകൾക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ തൊഴിൽ മേഖലയിലെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിന് ആർക്ക് നൊബേൽ പ്രൈസ് കിട്ടി? ക്ലോഡിയ ഗോൾഡിന് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് കിട്ടി. അപ്പം തൊഴിലുള്ള സ്ത്രീകൾക്ക് ഗോൾഡ് വാങ്ങാൻ സാധിക്കും. തൊഴിൽ മേഖലയിലെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിന് ക്ലോഡിയ ഗോൾഡിന് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് പുരസ്കാരം ലഭിച്ചു. അടുത്തത് സമാധാനത്തിനുള്ള 2023 നൊബേൽ പ്രൈസ് കിട്ടിയത് നർഗീസ് മുഹമ്മദിക്കാണ്. നർഗീസ് മുഹമ്മദി സ്റ്റിൽ ഇറാനിലെ ജയിലിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തകയാണ്. 2021 തൊട്ട് അവർ ഇറാനിലെ ജയിലിലാണ്. ഇറാനിലെ വനിതകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയും അവർ നടത്തിയ പോരാട്ടത്തിനാണ് എന്ത് ലഭിച്ചത്? സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള നർഗീസ് മുഹമ്മദിക്കാണ്. സ്റ്റിൽ അവരെവിടെയാണ്? ജയിലിലാണ് കഴിയുന്നത്. അടുത്തത് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനമാണ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് ജോൺ ഫോസിനാണ്. ജോൺ ഫോസെ നോർവേക്കാരനാണ്. നോർവേക്കാരനായിട്ടുള്ള ജോൺ ഫോസയ്ക്കാണ് എന്ത് കിട്ടിയത്? സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത്. ജോൺ ഫോസയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് രചനകളാണ് റെഡ് ബ്ലാക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലും കൂടിയാണ്. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ ജീവിതം പറഞ്ഞു പോകുന്ന പുസ്തകം കൂടിയാണ് എന്ത്? റെഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അടുത്തത് ബോട്ട് ഹൗസ്, മെലങ്കളി, സെപ്റ്റോളജി ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റോളജി, മെലങ്കളി, ബോട്ട് ഹൗസ്, അതുപോലെ തന്നെ റെഡ് ബ്ലാക്ക്, ഇതൊക്കെയാണ് എന്ത്? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ. അപ്പോൾ സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ആർക്കാണ് കിട്ടിയത്? ജോൺ ഫോസിനാണ് കിട്ടിയത്. അടുത്തത് രസതന്ത്രത്തിനുള്ള 2023 നൊബേൽ പുരസ്കാരം കിട്ടിയത് മൗഗി ജി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്ന് പറയുന്ന 3 ശാസ്ത്രജ്ഞർക്കാണ്. എല്ലാവരും അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ രസതന്ത്രത്തിനുള്ള അവാർഡ് ഇത്തവണ 3 അമേരിക്കൻ ശാസ്ത്രജ്ഞർക്കാണ് കിട്ടിയത്. ആർക്കൊക്കെയാണ്? മൗഗി ജി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ്. ഇത് നമുക്കൊരു കോഡ് പോലെ പഠിച്ചു വെക്കാം. അതായത് മൗഗ്ലി ജ്യൂസ് കുടിച്ചുകൊണ്ട് എസ്കിമോസിനെ എന്ത് പഠിപ്പിച്ചു? രസതന്ത്രം പഠിപ്പിച്ചു. അപ്പം മൗഗ്ലി ജ്യൂസ് കുടിച്ചുകൊണ്ട് എസ്കിമോസിനെ രസതന്ത്രം പഠിപ്പിച്ചു. അതിനകത്തുനിന്ന് നമുക്ക് ഈ 3 പേരുടെ പേരുകളും കിട്ടും. മൗഗി ജി ബവേണ്ടി, ജ്യൂസ് ബ്രൂസ് ആയിട്ട് കണക്ട് ചെയ്യുക, ലൂയി ഇ ബ്രൂസ്, എസ്കിമോസ്, അതിൽ നിന്ന് അലക്സി ഐ ഇക്കിമോവ്, 3 പേരെയും കിട്ടും. രസതന്ത്രത്തിനുള്ള അവാർഡാണ്. രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസാണ് ആർക്ക് കിട്ടിയത്? ഇവർക്ക് 3 പേർക്കും കിട്ടിയത്. അപ്പോൾ രസതന്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? മൗഗി ജി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ്, 3 പേരും അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ്. എന്തിൻ്റെ കണ്ടെത്തലിനാണ് ഇവർക്ക് അവാർഡ് കിട്ടിയത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലോടെ നാനോ ടെക്നോളജിയിലെ പുതിയ കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഭൗതികശാസ്ത്രം 3 പേർക്ക് കിട്ടി. അതിലൊരു പ്രത്യേകതയുണ്ട്, ഒരു സ്ത്രീക്കും കൂടി എന്ത് കിട്ടിയിട്ടുണ്ട്? ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 119 പേർക്കാണ് നിലവിൽ ഭൗതികശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ 5 പേര് മാത്രമേ നിലവിൽ വനിതകളായിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തേത് പിയറി അഗസ്തിനി, അമേരിക്കക്കാരനാണ്. ഫെറൈൻ ക്രൗസ്, ജർമ്മനിയാണ്. അതുപോലെ തന്നെ ആൻ എൽ ഹൂലിയർ, സ്വീഡൻകാരിയാണ്. സോ ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? ആൻ പിയർ ക്രോസ് ആയി മുറിച്ചു എന്ന് ഓർത്ത് വെക്കാം. എന്താണ്? ആൻ പിയർ ക്രോസ് ആയി മുറിച്ചു എന്ന് ഓർത്ത് വെക്കാം. അപ്പം ആൻ എൽ ഹൂലിയർ കിട്ടും. അതുപോലെ തന്നെ ഫെറൻ ക്രൗസ് കിട്ടും. പിയർ ആണല്ലോ മുറിച്ചത്, അപ്പോൾ പിയറി അഗസ്തിനിയും കിട്ടും.
ഇതിൽ എന്താണ് പൾസസ് ഓഫ് ലൈറ്റ്, അതായത് ആറ്റോ സെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതിനാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? നൊബേൽ പുരസ്കാരം കിട്ടിയത്. അപ്പം ആറ്റോ സെക്കൻഡിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതിനാണ് ഇവർക്ക് എന്ത് ലഭിച്ചത്? ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഭൗതിക ശാസ്ത്രം നൊബേൽ പ്രൈസ് ആർക്കൊക്കെയാണ്? പിഗറി, അഗസ്തനി, ഫെറൈൻ ക്രൗസ്, ആൻ എൽ ഹ്യൂലിയർ. ആൻ പിയർ ക്രോസ് ആയി മുറിച്ചു എന്ന് ആലോചിച്ച് വെക്കുക. രസതന്ത്രം എങ്ങനെയായിരുന്നു? മൗഗ്ലി ജ്യൂസ് കുടിച്ചുകൊണ്ട് എസ്കിമോസിനെ കെമിസ്ട്രി പഠിപ്പിച്ചു, അത് ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം ആൻ പിയർ ക്രോസ് ആയി മുറിച്ചു എന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ആൻ എൽ ഹ്യൂലിയർ, ഫെറൈൻ ക്രൗസ്, അതുപോലെ തന്നെ പിയറി അഗസ്തനി 3 പേർക്കാണ് ഭൗതിക ശാസ്ത്രത്തിൽ ഇത്തവണ നൊബേൽ പ്രൈസ് ലഭിച്ചത്. അടുത്തത് വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൽ 2 പേർക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഡ്രൂ വെയ്സ്മാനും കാറ്റലിൻ കാരിക്കോയ്ക്കും. ഹംഗറിക്കാരിയായിട്ടുള്ള കാറ്റലിൻ കാരിക്കോയ്ക്കും അതുപോലെ തന്നെ USA കാരനായിട്ടുള്ള ഡ്രൂ വെയ്സ്മാനുമാണ് മെഡിസിൻ, വൈദ്യശാസ്ത്ര മേഖലയിൽ ഇത്തവണ നൊബേൽ പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ് ഇവർക്ക്? mRNA ബേസ് മോഡിഫിക്കേഷൻ ആണ് ഇവർക്ക് എന്ത് ലഭിച്ചത്? നൊബേൽ സമ്മാനം ലഭിച്ചത്. mRNA എന്താണ്? മെസ്സഞ്ചർ RNA അല്ലേ? നമുക്ക് DNA ഉണ്ട്, RNA ഉണ്ട്. അതിൽ മെസ്സഞ്ചർ RNAയുടെ ബേസ് മോഡിഫിക്കേഷൻ ആണ് ഇവർക്ക് അവാർഡ് ലഭിച്ചത്. കോവിഡ് വാക്സിൻ ഗവേഷണത്തിൽ ഉൾപ്പെടെ ഏറെ ഗുണകരമായ കണ്ടെത്തലായിരുന്നു എന്ത്? mRNA ആയിട്ട് ബന്ധപ്പെട്ട ഈ കണ്ടെത്തൽ. ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ തന്നെ മങ്കി പോസ് തുടങ്ങിയ ഇവയ്ക്കെതിരെയുള്ള വാക്സിൻ ഒരുക്കുന്നതിനും ആരുടെ? ഈ വൈസ്മാൻ്റെയും കാരിക്കോയുടെയും കണ്ടെത്തലുകൾ ഒരുപാട് സഹായകമായി. അപ്പോൾ ഇവർക്ക് എന്തിനാണ്? ഇവരുടെ പഠന വിഷയം എന്തായിരുന്നു? മെസ്സഞ്ചർ RNAയുടെ ബേസ് മോഡിഫിക്കേഷൻ ആയിരുന്നു. 2015 ഇവരുടെ ഗവേഷണം പുറത്തിറക്കിയത്. അപ്പോൾ വൈദ്യശാസ്ത്രം എങ്ങനെ ഓർത്ത് വെക്കാൻ? മെഡിസിൻ വയസ്സായി കഴിച്ചില്ലെങ്കിൽ കാറ്റുപോകും എന്ന് ആലോചിക്കുക. അപ്പോൾ മെഡിസിൻ, വൈദ്യശാസ്ത്രം വയസ്സായി കഴിച്ചില്ലെങ്കിൽ അതിനകത്തുനിന്ന് ഡ്രൂ വെയ്സ്മാൻ കിട്ടും. അതുപോലെ തന്നെ കാറ്റുപോകും, കാറ്റലിൻ കാരിക്കോയും കിട്ടും. അപ്പോൾ ഡ്രൂ വെയ്സ്മാനും കാറ്റലിൻ കാരിക്കോയുമാണ് വൈദ്യശാസ്ത്രത്തിൽ 2023 നൊബേൽ സമ്മാന ജേതാക്കൾ. എന്തിനാണ് അവർക്ക് ലഭിച്ചത്? mRNA ബേസ് മോഡിഫിക്കേഷൻ ആണ് അവർക്ക് അവാർഡ് ലഭിച്ചത്. അടുത്തത് 2022 കൂടി നോക്കാം. 2022 നൊബേൽ സമ്മാന ജേതാക്കൾ. ആദ്യം ഭൗതികശാസ്ത്രം. ഭൗതികശാസ്ത്രത്തിൽ 3 പേർക്കാണ് അവാർഡ് കിട്ടിയത്. അലൈൻ ആസ്പെക്റ്റ്, ജോൺ എഫ് ക്ലോസർ, ആൻറ്റൺ സെലിംഗർ. ഇങ്ങനെ 3 പേർക്കാണ് അവാർഡ് കിട്ടിയത്. ആൻറ്റൺ അലനെ ക്ലോസ് ആയി കുത്തി എന്ന് ആലോചിക്കുക. അപ്പോൾ ആൻറ്റൺ സെലിംഗർ കിട്ടും, അലൈൻ ആസ്പെക്റ്റും കിട്ടും, അതുപോലെ തന്നെ ക്ലോസ് ആയി കുത്തി ജോൺ എഫ് ക്ലോസറും കിട്ടും. അപ്പോൾ ആൻറ്റൺ സെലിംഗർ, ജോൺ എഫ് ക്ലോസർ, അലൈൻ ആസ്പെക്റ്റ്. ആൻറ്റൺ അലനെ ക്ലോസ് ആയി കുത്തി എന്ന് ആലോചിക്കുക. ക്വാണ്ടം വിവരവുമായി ബന്ധപ്പെട്ട് സങ്കീർണ ഫോട്ടോൺ പരീക്ഷണങ്ങൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് വൈദ്യശാസ്ത്രം. ഒരാളെ ഉള്ളൂ, സ്വാൻഡെ പാബോ. എന്താണ്? വംശനാശം സംഭവിച്ച മനുഷ്യരും പൂർവികരും ഉൾപ്പെടുന്ന ഒരു ജന്തുവർഗത്തിൻ്റെയും മനുഷ്യ പരിണാമത്തിൻ്റെയും ജീനോമുകളെ കുറിച്ചുള്ള പഠനത്തിനാണ് ആർക്ക് 2022 നൊബേൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിൽ സാൻഡെ പാബോയ്ക്ക് ലഭിച്ചത്. അപ്പോൾ സാൻഡെ പാബോയ്ക്ക് എന്താണ്? ഹോമിനോയിഡുകളുടെ കണ്ടെത്തലുകൾക്കും അതുപോലെ തന്നെ മനുഷ്യ പരിണാമത്തിൻ്റെ ജീനോമുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കുമാണ് ആർക്ക് അവാർഡ് കിട്ടിയത്? സാൻഡെ പാബോയ്ക്ക് വൈദ്യശാസ്ത്രത്തിൽ അവാർഡ് കിട്ടിയത്. അടുത്തത് രസതന്ത്രം. രസതന്ത്രം കരോളിന് കിട്ടിയ കെമിസ്ട്രി മെഡൽ ഷാർപ്പ്ലെസ് ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക. മൂർച്ചയില്ലാത്തതായിരുന്നു. അപ്പോൾ കരോളിന് കിട്ടിയ കെമിസ്ട്രി മെഡൽ എന്താണ്? ഷാർപ്പ്ലെസ് ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക. ഇതിന് നമുക്ക് എന്തൊക്കെ കിട്ടും? കരോളിൻ ബെർട്ടോസി കിട്ടും, മോർട്ടൺ മെൽഡൽ കിട്ടും, അതുപോലെ തന്നെ ബാരി ഷാർപ്പ്ലെസ്സും കിട്ടും. ഇവർക്ക് എന്തിനാണ്? ക്ലിക്ക് കെമിസ്ട്രിയിലെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയിലെയും സംഭാവനകൾക്കാണ് പുരസ്കാരം. രസതന്ത്രത്തിലെ പുരസ്കാരം ആർക്കാണ്? കരോളിൻ ബെർട്ടോസി, അതുപോലെ തന്നെ മോർട്ടൺ മെൽഡൽ, ബാരി ഷാർപ്പ്ലെസ്. കരോളിന് കിട്ടിയ കെമിസ്ട്രി മെഡൽ എന്തായിരുന്നു? ഷാർപ്പ്ലെസ് ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക. ക്ലിക്ക് കെമിസ്ട്രിയിലെയും
ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയിലെയും സംഭാവനകൾക്കാണ് ആർക്ക് പുരസ്കാരം ലഭിച്ചത്? രസതന്ത്രത്തിൽ 3 പേർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. സാഹിത്യം ഒറ്റൊരാളേ ഉള്ളൂ, ആനി എർണോസ്. 2022 സാഹിത്യ നൊബേൽ പുരസ്കാരം ഫ്രഞ്ച് എഴുത്തുകാരി ആനി എർണാക്സിനാണ് കിട്ടിയത്. അടുത്തത് 2023 സാഹിത്യ പുരസ്കാരം നമ്മൾ പറഞ്ഞു ജോൺ ഫോസേക്കാണ് ലഭിച്ചത്. നോർവേക്കാരനായിരുന്നു അല്ലേ. അടുത്തത് സമാധാന നൊബേൽ. സമാധാന നൊബേൽ 2022 ഒരു വ്യക്തിക്കും 2 സംഘടനകൾക്കുമാണ് ലഭിച്ചത്. 2023 സമാധാന നൊബേൽ ആർക്കായിരുന്നു? നർഗീസ് മുഹമ്മദിക്കായിരുന്നു. ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള നർഗീസ് മുഹമ്മദിക്കായിരുന്നു. എങ്കിൽ 2022 നൊബേൽ സമ്മാനം ഒരു വ്യക്തിക്കും 2 സംഘടനകൾക്കുമാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? അലസ് ബിയാറ്റലിസ്കിക്കും റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ മെമ്മോറിയലിനും ഉക്രൈൻ മനുഷ്യാവകാശ സംഘടനയായ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസിനുമാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഒരു വ്യക്തിക്കും 2 സംഘടനകൾക്കുമായി പ്രഖ്യാപിച്ച സമാധാന നൊബേൽ സമ്മാനം പൂർണ്ണമായും എന്തിനാണ്? മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അലൻ ബിയാറ്റലസ്കി, അതുപോലെ തന്നെ മെമ്മോറിയൽ എന്ന് പറയുന്ന റഷ്യൻ സംഘടനയ്ക്കും സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന ഉക്രൈൻ മനുഷ്യാവകാശ സംഘടനയ്ക്കുമാണ് 2022 നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിൽ 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള അവാർഡ് ബെൻ എസ് ബെർണാക്ക്, ഡൗഗ്ലാസ് വി ഡയമണ്ട്, ഫിലിപ്പ് എച്ച് ഡൗബിങ്, ഈ 3 പേർക്കാണ് ലഭിച്ചത്. അപ്പോൾ എന്താണ് ഫിലിപ്പ് ബെൻസിൽ ഡയമണ്ട് കടത്തിയെന്ന് ആലോചിക്കുക. അപ്പോൾ ഫിലിപ്പ് ബെൻസിൽ എന്ത് കടത്തി? ഡയമണ്ട് കടത്തിയെന്ന് ആലോചിച്ചാൽ ഈ 3 പേരുടെ പേരും കിട്ടും. അപ്പോൾ ഫിലിപ്പ് എച്ച് ഡൗബിക്, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ബെൻ എസ് ബെർണാങ്കെ, ഈ 3 പേർക്കാണ്. ഇവർക്ക് എന്തിനാണ് ലഭിച്ചത്? ബാങ്കുകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. 2023 നൊബേൽ സമ്മാനം ആർക്കായിരുന്നു? സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്ലൗഡിയ ഗോൾഡിനായിരുന്നു. നമ്മൾ കോഡിട്ട് പറഞ്ഞു തൊഴിലുള്ള സ്ത്രീകൾക്ക് ഗോൾഡ് വാങ്ങാന്ന്. അപ്പം തൊഴിൽ മേഖലയിലെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിനാണ് ആർക്ക്? ക്ലൗഡിയ ഗോൾഡിന് 2023 നൊബേൽ സമ്മാനം ലഭിച്ചത്. 2022 നമ്മൾ പറഞ്ഞു ബെൻസിൽ ഫിലിപ്പ് ഡയമണ്ട് കടത്തി എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഫിലിപ്പ് എച്ച് ഡൗബിങ്, ഡൗഗ്ലാസ് ഡബ്ല്യു ഡയമണ്ട്, ബെൻ എസ് ബെർണാങ്കെ, ഇവർക്കാണ് 2022 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്.